നമസ്കാരം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് അതിതീവ്ര മഴ, മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി, കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ചിറ്റാരിക്കൽ, പനത്തടി തുടങ്ങിയ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. കാറ്റാങ്കവലയിൽ 4 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പറമ്പ LP സ്കൂളിലേക്കാണ് 22 പേരെ മാറ്റിയത്. പനത്തടി, കുണ്ടുപള്ളിയിൽ 2 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും മാറ്റി. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 37 കിലോ കഞ്ചാവുമായി 2 സ്ത്രീകളാണ് പിടിയിലായത്. ബംഗാൾ മുർഷിദാബാദ് സ്വദേശിനികളായ സോണിയ സുൽത്താൻ, അനിത ഖാത്തൂൺ എന്നിവരാണ് പിടിയിലായത്. മുർഷിദാബാദിൽ നിന്നെത്തിയ ഇവർ 3 ട്രോളി ബാഗിലായിരുന്നു കഞ്ചാവ് എറണാകുളത്തെത്തിച്ചത്. ഇന്ന് ഐലൻഡ് എക്സ്പ്രസിലാണ് ഇവർ എറണാകുളത്തെത്തിയത്. പ്ലാറ്റ്ഫോമിൽ കഞ്ചാവ് വാങ്ങാനായി ആളുകൾ വരുന്നത് കാത്തിരിക്കുമ്പോഴാണ് ഇവരെ പിടികൂടുന്നത്. സംശയം തോന്നി RPF, ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ച്, ഡാൻസ് ഓഫ് സംഘം സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. തിരുവനന്തപുരം കരമനയിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. സതീഷ്, ബിന്ദു എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബിന്ദുവിനെ തൂങ്ങി മരിച്ച നിലയിലും സതീഷിനെ കഴുത്തറുത്ത നിലയിലുമാണ് കണ്ടെത്തിയത്. കോൺട്രാക്ടറാണ് മരിച്ച സതീഷ്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ ആരംഭിച്ചു. തിരുവനന്തപുരത്ത് 48 വയസ്സുകാരിയെ കാണാനില്ല എന്ന് പരാതി. കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പനച്ചിമൂട് സ്വദേശി പ്രിയംവദയാണ് 2 ദിവസമായി കാണാതായത്. പ്രിയംവദ ഒറ്റയ്ക്കായിരുന്നു താമസം. കൊന്നു കുഴിച്ചുമൂടിയതായി സംശയമെന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് അയൽവാസിയെ വെള്ളറട പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേസമയം യുവാവ് കുറ്റം സമ്മതിച്ചതായും റിപ്പോർട്ടുണ്ട്. കൊല്ലം മേയർ ഹണി ബെഞ്ചമിന് വധഭീഷണി. കത്തിയുമായി വീടിന് സമീപത്തെത്തിയ യുവാവാണ് ഭീഷണി മുഴക്കിയത്. ഇതിനു മുൻപും നിരവധി തവണ യുവാവ് കത്തിയുമായി വീടിന് മുൻപിൽ എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ മേയർ കമ്മീഷണർക്ക് പരാതി നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ മേയറുടെ വീടിന്റെ പരിസരത്തും ഓഫീസിലുമായി തൊപ്പി ധരിച്ച യുവാവ് എത്തുകയും മേയറെ കുറിച്ച് തിരക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇയാളെക്കുറിച്ച് സംശയം തോന്നിയതോടെ നാട്ടുകാർ തന്നെയാണ് ഈ വിവരം മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്.